സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. ഈ ബി ജെ പിക്കാർ കോൺഗ്രസിനും ഒരുപക്ഷെ കോൺഗ്രസുകാർ ബി ജെ പിക്കുമൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാകാം. അത് രഹസ്യ ബാലറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇവിടെ ഒരു ബി ജെ പി എം എൽ എ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് പിടിക്കാൻ പോകുന്നത് ചിലപ്പോൾ ആദ്യമായിരിക്കും. അതും സംഭവിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രൊഫസർ എം വി രാജീവ് ഗൗഡയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ബി ജെ പി എം എൽ എ എസ് ടി സോമശേഖർ രംഗത്തിറങ്ങിയിരിക്കുന്നു. യശ്വന്ത്പുര മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് മുൻ മന്ത്രി കൂടിയായ ബി ജെ പി നേതാവ് എസ് ടി സോമശേഖർ. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയിൽ ബി ജെ പി എം എൽ എയെ കണ്ടതോടെ സത്യത്തിൽ ബി ജെ പി നേതൃത്വം തകർന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, ആകെയുള്ള 28 സീറ്റുകളിൽ 26 ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന ബി ജെ പിക്ക് കർണാടകയിൽ കനത്ത തിരിച്ചടിയുണ്ടായാൽ അത് നരേന്ദ്രമോദിയുടെ കസേര ഇളക്കും എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഉള്ളത് പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ് ബി ജെ പി കർണാടകത്തിൽ. അതിനിടയിൽ പുറത്തു വരുന്ന സർവേകളാണെങ്കിൽ എല്ലാം ബി ജെ പിക്ക് 15ഓളം സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ബംഗളൂരു നഗരത്തിലെ ഒരു ബി ജെ പി എം എൽ എ തന്നെ കോൺഗ്രസിന് പരസ്യമായി വോട്ട് പിടിച്ചത്. ഇതിനപ്പുറം തിരിച്ചടി അവർക്ക് വരാനില്ല. ബി ജെ പി അടിയന്തരമായി യോഗം ചേർന്നുവെങ്കിലും ആ എം എൽ എയെ പുറത്താക്കാനോ എന്തിനൊരു നോട്ടീസ് അയക്കാനോ ഉള്ള തൻ്റെ ഇടമൊന്നും അവർക്കുണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. അതുതന്നെ കർണാടക ബി ജെ പിയുടെ ശോഷിച്ചു നിൽക്കുന്ന സംഘടനാ സംവിധാനത്തെയാണ് കാണിക്കുന്നത്. കുറച്ചു മാസങ്ങളായി ബി ജെ പിയുമായി അകലം പാലിച്ചു കഴിയുകയാണ് ഈ സോമശേഖര എം എൽ എ എങ്കിലും ഇങ്ങനെയൊരു പണി കൊടുക്കാൻ അദ്ദേഹം മുതിരുമെന്ന് കരുതിയിരുന്നില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി അദ്ദേഹം വോട്ട് ചെയ്തപ്പോഴും വിപ്പ് ലംഘനം ചൂണ്ടിക്കാട്ടി ബി ജെ പി നോട്ടീസ് നൽകിയതല്ലാതെ ഒരു നടപടിയിലേക്ക് കടക്കാൻ ബി ജെ പിക്കായിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ നോക്കണം, ഹിമാചൽ പ്രദേശിൽ അതേ ദിവസം തന്നെ വോട്ട് മറിച്ച് ചെയ്ത കോൺഗ്രസ് എം എൽ എമാരെ 24 മണിക്കൂറിനുള്ളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് മാത്രമല്ല അയോഗ്യരാക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. സംസ്ഥാന ഭരണം ത്രിശങ്കുവിൽ നിൽക്കുമ്പോഴും നെഞ്ചും വിരിച്ച് നടപടിയെടുത്ത കോൺഗ്രസിൻ്റെ ആ ധീരത, അവരുടെ സംഘടനാ മികവിനെയാണ് അവിടെ തുറന്നു കാട്ടിയത്. എന്നാൽ ബി ജെ പിക്ക് അത് കർണാടകത്തിൽ കഴിയുന്നില്ല എന്നത് അവർക്ക് വരാൻ പോകുന്ന പരാജയത്തിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. സോമശേഖർ കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹം ശക്തമാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ ചെയ്തു കൂട്ടുന്ന ബി ജെ പി വിരുദ്ധ പ്രവർത്തനത്തിൽ നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നത് ബി ജെ പിയുടെ സംഘടനാ തകർച്ചയെയാണ് എടുത്തു കാണിക്കുന്നത്. അതുപോലെ വരാൻ പോകുന്ന വലിയ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതു പാർട്ടിയിൽ നിന്നാലും ജയിക്കാൻ കഴിയുമെന്ന എസ് ടി സോമശേഖരൻ്റെ വിശ്വാസം അദ്ദേഹം ഒരു ജനകീയനായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി മാറ്റം ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വലിയ മൈലേജ് തന്നെയാണ്.